ശ്രീ ഗോപി, ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ശ്രീ ആരിഫിനോട് വിയോജിക്കുന്ന ഒറ്റ കാര്യത്തിലാണ്. ഒന്ന്, പിണറായി വിജയൻ സർക്കാർ 2018 ജൂൺ മാസം 1-ാം തീയതിയാണ് ഒരു പ്രാവശ്യം കേരളത്തിൽ പെട്രോളിയം വില വർധന പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ തീരുവ കുറച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ അതിനു മുമ്പ് 4 വട്ടം ഈ പണി ചെയ്തിട്ടുണ്ട്. ഈ 2018 ജൂൺ 1-ന് ശേഷം 2026 വരെ ഏകദേശം 8 വർഷക്കാലം ഈ രാജ്യത്തെമ്പാടും വലിയ രീതിയിലുള്ള നികുതി ഭീകരത നടക്കുന്ന സമയത്ത് ജനങ്ങൾ മുറിവില കൂട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് സാധിക്കാതെ പോയത്? അവിടെ അദ്ദേഹം പറഞ്ഞ വാദത്തെ ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾക്കുള്ള പണം കണ്ടെത്താനായിട്ട് ഇത്തരം നികുതികളൊക്കെ ആവശ്യമാണ്. സെസ്സുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതേ ആവശ്യത്തിൻ്റെ ആനുകൂല്യം സംസ്ഥാനം ഇപ്പോൾ ഭരിക്കുന്ന UDF സർക്കാരിന് നൽകേണ്ടതല്ലേ? അത് കാണാതെ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ, 8 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ യാതൊരു നടപടിയും പോസിറ്റീവായിട്ട് എടുക്കാത്തൊരു കാര്യത്തിൽ കൃത്യം ഒരാഴ്ച കഴിയുമ്പോൾ UDF സർക്കാരിനോട് അത് ആവശ്യപ്പെടാൻ ഒരു ഔചിത്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ താങ്കൾ പറഞ്ഞ വാദത്തോട് ഞാൻ യോജിക്കുക ബാക്കി എല്ലാ കാര്യത്തിലും. എന്തുകൊണ്ടാണ് വില കുറയണം, അതിന് സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പൗരന്മാരുടെ ആവശ്യം. അക്കാര്യത്തിൽ പഠിച്ച് എത്രയും പെട്ടെന്ന് വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അടുത്തത്, ഈ എണ്ണ കമ്പനികൾക്ക് എനിക്ക് ശ്രീ പത്മനാഭനോട് പറയാനുള്ളത്, എണ്ണ കമ്പനികൾ ഒന്നും നഷ്ടത്തിലാകണ്ട. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ലെന്നേ, സ്വകാര്യ സ്ഥാപനങ്ങളും നഷ്ടത്തിലാകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ബിസിനസ് നടത്തിക്കോട്ടെ. പക്ഷേ അവരൊന്നും കൊള്ളയടിക്കാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കരുത്. അവർ കൊള്ളയടിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരെയാണ് എന്നുള്ള തിരിച്ചറിവ് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഉണ്ടാകണം. അതുണ്ടാകാത്തത് അവരും കൂടി കൊള്ളയടിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കുറച്ചു, ഇനി ഒന്നും കുറയ്ക്കാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന 10-23 രൂപയുടെ അടുത്ത് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇത് പരിശോധിക്കുമ്പോൾ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാനത്തെ ഡ്യൂട്ടിയും തമ്മിൽ ആകെ 8 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 8 രൂപയിൽ കുറവ് വരുത്തിയാൽ സെൻട്രലുമായിട്ട് ഒപ്പത്തിനൊപ്പം എത്തിച്ചാലും കാര്യമായ വ്യത്യാസമൊന്നും ആകുന്നില്ല. അപ്പോൾ ഇതിലൊരു പരിഹാരം കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് ഇടപെട്ടിക്കൊണ്ടാണ്. ഇനി ഞാൻ താങ്കൾ പറഞ്ഞൊരു വാദമുണ്ട്, 15 ദിവസം കൂടുമ്പോഴാണ് എണ്ണ കമ്പനികൾ വില നിർണ്ണയിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ 11 ദിവസത്തിനിടയിൽ 4 പ്രാവശ്യം എങ്ങനെയാണ് വില കയറ്റുന്നത്? 7-7.5 രൂപയോളം വില വർദ്ധിക്കുന്നുണ്ടല്ലോ. 15 ദിവസം കൂടുമ്പോഴാണെങ്കിൽ കഴിഞ്ഞ 15 ദിവസം മുമ്പ് എടുത്ത തീരുമാനം അടുത്ത 15 ദിവസത്തിനുള്ളിലേ പുതിയ വില വർദ്ധിക്കാൻ പാടുള്ളൂ. 11 ദിവസത്തിനുള്ളിൽ 4 വട്ടം വില വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 15 ദിവസം കൂടുമ്പോഴല്ല വില നിർണ്ണയിക്കുന്നത്. അവർക്ക് സൗകര്യമുള്ളപ്പോൾ സൗകര്യമുള്ള പോലെ വില നിർണ്ണയിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഒന്നും ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് വേറൊരു അഭിപ്രായ വ്യത്യാസത്തിനും കാര്യമായ സാധ്യത ഇല്ലാതെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ വില വർദ്ധിപ്പിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോൾ അതിനനുസരിച്ചിട്ട് വില കുറച്ച് തരുന്നുമില്ല. ഇവിടെയാണ് ഒരു ഡബിൾ സ്റ്റാൻഡ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത്, താങ്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാർ വില കുറയ്ക്കണമെന്ന്. കഴിഞ്ഞ 11 ദിവസത്തിനിടയിൽ ഈ രാജ്യത്തെമ്പാടും 4 വട്ടം വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും CNG-യുടെയും ഒക്കെ അടക്കം, അല്ലേ? കേരളം വില കുറയ്ക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം, ആവശ്യവും. ഞാനും ആ കാര്യത്തോട് യോജിക്കുന്നു. കേരളത്തിലും വില കുറയ്ക്കേണ്ടതാണ്. നമ്മളെല്ലാവരും കേരളീയരായതുകൊണ്ട് നമുക്കൊരു ആവശ്യമുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം, മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം വിട്, BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ 11 ദിവസത്തിനിടയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചിട്ടുണ്ടോ? അതെന്താ ആ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളെ ഒന്നും BJPക്ക് വേണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.